ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. 12ാം ശമ്പള പരിഷ്കരണം അടിയന്തരമായി ജീവനക്കാർക്ക് ലഭ്യമാക്കണമെന്ന് കൺവെൻഷൻ പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. 56ാമത് വാർഷിക സമ്മേളനത്തിന്റെ നടപടികളും പ്രമേയങ്ങളും തീരുമാനങ്ങളും വിശദീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ജൂലൈ 1 നടത്തുന്ന സെക്രട്ടേറിയറ്റ് ജില്ലാ മാർച്ചുകളുടെ പ്രസക്തി വിശദീകരിക്കുന്നതിനുമായാണ് ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടത്തിയത്. കാഞ്ഞങ്ങാട്ടെ മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ 40,000-ൽ പരം ജീവനക്കാർ അണിനിരന്ന ഐതിഹാസികമായ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ വനിതാ മുന്നേറ്റ ജാഥ ഉൾപ്പെടെ എത്രയധികം നമുക്ക് പറഞ്ഞാൽ തീരാൻ കഴിയാത്ത തരത്തിലുള്ള ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ സംഘടന ഈ സമ്മേളനത്തിലേക്ക് നടന്നെടുത്തത് എന്നുള്ള വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും കൃത്യമാണ് നമ്മുടെ നിലപാടുകൾ, ഏറ്റവും വ്യക്തമാണ് നമ്മുടെ നിലപാടുകൾ. അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് നിലപാടുകൾ എടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ ബിജുരാജ്, യമുന രാഘവൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രസാദ് കരുവളം, കെ പ്രീത, പി പി പ്രദീപ് കുമാർ, ശ്രീജി തോമസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി റിജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് എം അരുൺകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ സെക്രട്ടറി ബാനം ദിവാകരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എസ് എൻ പ്രമോദ് നന്ദിയും പറഞ്ഞു. 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ കേരളത്തിലെ ജീവനക്കാർക്ക് ലഭ്യമാകേണ്ടുന്ന 12ാം ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് കൺവെൻഷൻ പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.